BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. KPCC അധ്യക്ഷനടക്കമുള്ള കോൺഗ്രസ് ഭാരവാഹികളുടെ പുനഃസംഘടന അനിശ്ചിതമായി നീളുന്നതിൽ വഴിമുട്ടി UDF. നല്ല ഭൂരിപക്ഷത്തിൽ അധികാരം കിട്ടിയെന്ന ഒറ്റ ഘടകം കാരണമാണ് ഇത് പരസ്യമായി തർക്കത്തിലേക്ക് പോകാത്തത്. മുഖ്യമന്ത്രി സ്ഥാനം VD സതീഷിന് നൽകിയതോടെ പാർട്ടി ചുമതലയെല്ലാം പല വഴിക്ക് പോയ ദുരവസ്ഥയിലാണ് കോൺഗ്രസ്. ലീഗിനുള്ളിലും അമർഷം പുകയുന്നുണ്ട്. മദ്യനികുതി, വിഴിഞ്ഞം ഓഹരി വിൽപ്പന, PM ശ്രീ പദ്ധതി എന്നിവയെല്ലാം മുന്നണിയിൽ ചർച്ചയും ധാരണയും ഉണ്ടാകുമെന്നാണ് എല്ലാ കക്ഷി നേതാക്കളും പറയുന്നത്. മുന്നണി യോഗം വിളിച്ചാലേ ചർച്ച ചെയ്യാനാകൂ. യോഗം വിളിക്കണമെങ്കിൽ KPCCക്ക് പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കണമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ നിലപാട്. KPCC പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ ഡൽഹി മോഡൽ നിരീക്ഷകരുടെ പരിശോധനയും ഉണ്ടാകുമെന്ന് തിരഞ്ഞെടുപ്പിന് ശേഷം ചർച്ചാ യോഗത്തിൽ പ്രഖ്യാപിച്ചാണ് AICC ജനറൽ സെക്രട്ടറിമാർ മടങ്ങിയത്. കോൺഗ്രസ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ പോലും പൂർണ്ണമായി നിയമിച്ചിട്ടില്ല. ബോർഡ് കോർപ്പറേഷൻ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുള്ളവരാണ് പലയിടത്തും തുടരുന്നത്. ഇതിൽ ഓരോ ഘടക കക്ഷികൾക്കും കോട്ട നിശ്ചയിക്കുന്നത് UDF ആണ്. അതേസമയം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് മന്ത്രി സണ്ണി ജോസഫ് തുടരുന്നുണ്ട്. മഴക്കാലം തുടങ്ങിയതോടെ KSEBയിൽ പ്രശ്നം തീർത്ത് പാർട്ടി കാര്യം നോക്കാൻ സമയം കിട്ടാത്ത പ്രതിസന്ധിയിലാണ് അദ്ദേഹം. 3 വർക്കിംഗ് പ്രസിഡന്റുമാരിൽ AP അനിൽകുമാറും PC വിഷ്ണുനാഥും മന്ത്രിമാരാണ്. ഇവരും സംഘടനാ ചുമതലയിൽ നിന്ന് വിടുതൽ വാങ്ങിക്കഴിഞ്ഞു. ഷാഫി പറമ്പിൽ MPയാണ് 3ാമത്തെ വർക്കിംഗ് പ്രസിഡന്റ്. അദ്ദേഹം അത്യാവശ്യത്തിന് മാത്രമേ തലസ്ഥാനത്തെത്തൂ. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാരായിരുന്നു M ലിജുവും മന്ത്രിയാണ്. KPCC പുനഃസംഘടനാ ചർച്ചകളിലേക്ക് കടന്ന ഹൈക്കമാൻഡ് തെരഞ്ഞെടുപ്പ് വൈകുന്നത് പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന വിലയിരുത്തലിൽ നടപടികൾ വേഗത്തിലാക്കാനാണ് കോൺഗ്രസ് നീക്കം. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് MPമാരെയും MLAമാരെയും പരിഗണിക്കരുതെന്ന ഒരു വിഭാഗം ആവശ്യപ്പെടുമ്പോൾ പ്രവർത്തന പരിചയം മാത്രം മാനദണ്ഡമാക്കണമെന്നാണ് മറ്റൊരു വിഭാഗത്തിന്റെ ആവശ്യം. ഇതിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ നിലപാട് നിർണായകമാകും. കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ, ആന്റണി, ഷാഫി പറമ്പിൽ തുടങ്ങി ഒരു ഡസനിലേറെ നേതാക്കൾ അധ്യക്ഷ പദവിയിലേക്ക് പരിഗണനയിലുണ്ട്. ഇക്കാര്യത്തിൽ AK ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തേടിയിരുന്നു. എന്നാൽ ചർച്ച മുന്നോട്ട് പോയിരുന്നില്ല. അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു യുവമുഖത്തെയാണ് പരിഗണിക്കുന്നതെങ്കിൽ ഷാഫി പറമ്പിലിന് പുറമെ മാത്യു കുഴൽനാടൻ്റേതാണ് ഉയർന്നു കേൾക്കുന്ന പേര്. ഒരാൾക്ക് ഒരു പദവി മാനദണ്ഡമാക്കാതെ KPCC അധ്യക്ഷ സ്ഥാനം കണ്ടെത്തണമെന്ന ആവശ്യം ശക്തമാണ്. എന്നാൽ പ്രാഥമിക ചർച്ച നടന്നുവെന്ന തീരുമാനത്തിനപ്പുറം അന്തിമ തീരുമാനത്തിലെത്താൻ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. ഒരാൾക്ക് ഒരു പദവി എന്നത് പരിഗണിക്കപ്പെടാൻ മുൻ KPCC അധ്യക്ഷന്മാർക്ക് കൂടി സാധ്യതയുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ, MM ഹസൻ എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിനിടെ അധ്യക്ഷ പദവി ആവശ്യം പരസ്യമായി ഉയർത്തി കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താനും രംഗത്തെത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയുടെ സമയം ലഭിച്ചാലേ KPCC അധ്യക്ഷ സ്ഥാനത്തെ സംബന്ധിച്ചുള്ള ചർച്ച തുടങ്ങുമെന്നാണ് നേതാക്കൾ പറയുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.